നമുക്കറിയാവുന്ന പോലെ നടിയെ ആക്രമിച്ച കേസിലെ വിധിക്ക് പിന്നാലെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പീൽ പോകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷനും സർക്കാരും. അതിജീവിതയ്ക്ക് വേണ്ടി നീതിക്കായുള്ള പോരാട്ടത്തിൽ അവർക്ക് പിന്തുണയുമായി കേരളം ഒന്നാകെ നിൽക്കുകയാണ്. തിരുവനന്തപുരത്തും കോഴിക്കോടും അല്പസമയത്തിനകം ഐക്യദാർഢ്യ സംഗമങ്ങൾ നടക്കും. തലസ്ഥാനത്ത് മാനവീയം വീഥിയിലും കോഴിക്കോട് മിഠായി തെരുവിലുമാണ് കൂട്ടായ്മകൾ ചേരുന്നത്. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സംഗമങ്ങൾ ചേരുന്നത്. റോഷിപാലും സാനിയും മനുവും ചേരുന്നു. നമുക്ക് ആദ്യം റോഷിപാലിലേക്ക് പോകാം. റോഷിപാൽ, നീതിക്കായി അവൾ പോരാട്ടം തുടരുക തന്നെയാണ്, അവൾക്കൊപ്പം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് സാംസ്കാരിക കേരളവും ഒറ്റക്കെട്ടായി അണിനിരക്കും. വിനീത, മാനവീയം വീതിയിൽ ആ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമാനമായ രീതിയിൽ കൂട്ടായ്മകൾ ഒരുങ്ങുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തകർ, സ്ത്രീപക്ഷവാദികൾ അവരൊക്കെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. സമാനമായ ഒരു ഐക്യദാർഢ്യ സദസ്സ് നേരത്തെ നമുക്കറിയാം. ഈ നടിയാക്രമിക്കപ്പെട്ട കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് അനധികൃതമായി ഉപയോഗപ്പെട്ടതിന് ശേഷം അന്ന് നീതി ആവശ്യപ്പെട്ട് ഇതേപോലെ മാനവീയ വീതിയിൽ പ്രതിഷേധം ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ വിധി വന്നു, അതിൽ നീതി അതിജീവിതയ്ക്ക് ലഭിച്ചില്ല എന്ന സാഹചര്യം ഒരുങ്ങിയപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും വീണ്ടും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇത് കോഴിക്കോട്ടും അല്പസമയത്തിനകം, ഇത് കേരളത്തിലെമ്പാടും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. കാരണം ആ പെൺകുട്ടി ഇപ്പോഴും തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേരളം അവൾക്കൊപ്പം നടക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ ഗൗരവത്തിലാണ് ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകരടക്കം വളരെ പെട്ടെന്ന് ഒരു ആഹ്വാനം ചെയ്ത പരിപാടി കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്? കാരണം നേരത്തെയും നമ്മൾ സമാനമായ ഒരു പരിപാടി മാനവീയത്തിൽ സംഘടിപ്പിച്ചു ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ്. അല്ല, ഇതിപ്പോൾ ഇന്ന് മനുഷ്യാവകാശ ദിനമാണ്. തീർച്ചയായിട്ടും അതിജീവിതമാരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുക എന്നതാണ്. ഇപ്പോഴത്തെ വിധിയിൽ നമുക്ക് ഒട്ടും തന്നെ സംതൃപ്തിയില്ല. അപ്പീൽ പോകുമെന്ന് ഗവൺമെൻറ് പറഞ്ഞതിന് പൂർണ്ണമായ പിന്തുണയും ഐക്യദാർഢ്യവും കൂടിയാണ് ഈ കൂട്ടായ്മ. അതിൻ്റെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും കോടതിയും നീതിന്യായ സംവിധാനവും അന്വേഷണവും എല്ലാം തന്നെ പൂർണ്ണമായും അതിജീവിതയ്ക്കും സ്ത്രീകൾക്കും ഒപ്പം ആയിരിക്കണം എന്ന ഞങ്ങളുടെ ഒരു ഉറക്കെ പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടുന്നത്. ഇത്തരം പരിപാടികൾ കേരളത്തിൽ വ്യാപകമായി സംഘടിപ്പിക്കേണ്ട സാഹചര്യമല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് പരിപാടി ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ ഒന്നും നേതൃത്വത്തിലല്ല, ഒരു സ്ത്രീ കൂട്ടം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വിവിധ മേഖലകളിലുള്ളവർ ഒരു സോഷ്യൽ മീഡിയ വഴി ഒരു കോൾ കൊടുത്തത് മാത്രമേ ഉള്ളൂ. ധാരാളം പുരുഷന്മാർ, നീതിബോധമുള്ള പുരുഷന്മാരും ധാരാളം സ്ത്രീകളും ഇതിനോട് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത് വളരെ നമുക്ക് ആവേശം തരുന്നതാണ്. കാരണം മുഴുവൻ പേരും, കേരളം നീതിബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള എല്ലാ മനുഷ്യരും അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന പ്രഖ്യാപനം കൂടിയാണിത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമത്തിലെ ഒരു കുറിപ്പാണ്. ആ കുറിപ്പിലൂടെ ഉണ്ടായ ഒരു കൂട്ടായ്മയാണ്. വളരെ നേരത്തെ ആലോചിച്ച് സംഘടിപ്പിച്ച ഒരു പരിപാടിയല്ല, വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത പരിപാടിയാണ്. എന്നിട്ട് പോലും ഇങ്ങനെ ആളുകൾ അതിനൊപ്പം ചേരുന്നു, ഐക്യദാർഢ്യവുമായി എത്തുന്നു എന്നതാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. അതിജീവിതയുടെ പോരാട്ടം ഏതാണ്ട് 8.25 വർഷം നീണ്ട പോരാട്ടമാണ്. അതിൽ ഒടുവിൽ കോടതി വിധി പറയുമ്പോൾ ഒരു പ്രതീക്ഷ കേരള പൊതുസമൂഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷകൾ ആകെ തകർന്നു. എന്നാലും ആ പോരാട്ടത്തിന് അതിജീവിതം വീണ്ടും തയ്യാറെടുക്കുന്നു. ഒപ്പം നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പൊതുസമൂഹം എത്തുന്നു. അതിൻ്റെ തുടക്കമാണിപ്പോൾ മാനവീയ വീതിയിൽ. ഇതൊരു ചരിത്ര വീതി കൂടിയാണ്. നിരവധി ഇത്തരം കൂട്ടായ്മകളും പ്രതിരോധങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു മേഖല കൂടിയാണിത്. അവിടെയാണ് വീണ്ടും അങ്ങനെ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് ഒരു വിഭാഗം പൊതുസമൂഹം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അല്പസമയം കൊണ്ട് കോഴിക്കോട്ടും ഇത്തരം പരിപാടിയുണ്ട്. ഇനി കൊച്ചി അടക്കമുള്ള മറ്റിടങ്ങളിലും സമാനമായ കൂട്ടായ്മകൾ ഉണ്ടാകും. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അവൾക്കൊപ്പം എന്ന ടാഗ് ലൈനിൽ ഇത് സാമൂഹ്യ മാധ്യമത്തിലും സമാനമായി ഈ ഒരു ഐക്യപ്പെടൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കം അത് തെരുവിൽ തന്നെ തുടങ്ങുന്നു. 12-ന് വിധിപ്പകർപ്പ് വന്നാൽ തൊട്ടു പിന്നാലെ തന്നെ അപ്പീൽ പോകാനുള്ള തയ്യാറെടുപ്പ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ആ പോരാട്ടം, അതിജീവിതം നടത്തുന്ന ഒരു ഒറ്റയാൾ പോരാട്ടം തനിച്ചല്ലെന്ന അതിജീവിതയ്ക്ക് ഒരു സന്ദേശം കൂടിയാണ് ഇവർ നൽകുന്നത്. ശരി, നമുക്ക് സാനിയോയിലേക്ക് കൂടി പോകാം. സാനിയോ, കോഴിക്കോട് ഐക്യദാർഢ്യ സദസ്സ് തുടങ്ങിയോ? അതായത് കോഴിക്കോട്ടെ പരിപാടികൾ തുടങ്ങി. പരിപാടിയുടെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്. പെൺ സൗഹൃദ വേദി എന്ന ഒരു അനൗദ്യോഗിക സംഘടനയുടെ കൂട്ടായ്മയായാണ് ഇവരിവിടെ സംഘടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുൻകൂട്ടി അറിയിപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണെന്ന് നേരത്തെ തന്നെ കെ അജിത നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്കിപ്പം കെ അജിത തന്നെ ചേരുന്നുണ്ട്.
ഈ ഒരു സമരം കേരളത്തിലുടനീളം നടക്കേണ്ടതല്ലേ? നടക്കേണ്ടതാണ്. അതെ, ആകാവുന്നിടത്തൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധം രൂപപ്പെടുത്തിയെടുത്തത്? ഇന്ന് പെട്ടെന്നായിരിക്കും അല്ലേ? ഇന്ന് പെട്ടെന്ന് ചെയ്തതാണ്. പക്ഷേ ഒരാഴ്ച സമയം കിട്ടിയാൽ ഭംഗിയായ രീതിയിൽ ഞങ്ങൾക്ക് നല്ല പരിപാടി നടത്താൻ പറ്റും. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, സ്ത്രീകളുടെയൊക്കെ മനസ്സിൽ, സ്ത്രീകളുടെയും ജനങ്ങളുടെയും മനസ്സിൽ കൊട്ടേഷൻ വീരനെ എല്ലാവരും മനസ്സുകൊണ്ട് അപലപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോഴും ആരും കാണാറില്ല. ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറയുന്നെങ്കിലും അന്നത്തേനേക്കാളും ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ശ്രമമാണത്. ഞാനിപ്പോൾ ഇവിടെ കണ്ടപ്പോഴേ ചെറിയ പെൺകുട്ടികളൊക്കെ ഈ പരിപാടിയിലേക്ക് വരുന്നത് കണ്ടു. അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതുന്നു. ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വിജയച്ചി, ഈ പരിപാടി നമ്മൾ വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്തതാണ്. കേരളത്തിൽ മുഴുവനായി ഇത്തരത്തിലൊരു പരിപാടി നടക്കേണ്ടതല്ലേ? നടക്കും എനിക്ക് തോന്നുന്നു അല്ലേ? നമുക്കറിയാം, നടക്കും. കാരണം സ്ത്രീകൾക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു സംഭവം. അത് എല്ലാവരും സ്റ്റക്കായി പോയ സംഭവം, ചോക്കായി പോയ സംഭവമാണ്. എല്ലാ പെണ്ണുങ്ങളും തെരുവിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അത് കേരളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇലക്ഷൻ്റെ പ്രശ്നം, റിസൾട്ട് പാടില്ല എന്നൊക്കെ കൺഫ്യൂഷൻ കൊണ്ടാണ് നമ്മളൊരു സംശയിച്ചത്. ശരിക്കും ഇത് ഇന്നലെ തന്നെ അത്രയും ശക്തമായി പ്രതിഷേധിക്കുന്ന സംഭവം. എല്ലാ സ്ത്രീകളടക്കം റോഡിൽ ശരിക്കും തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കണം. അതാണ് വിനിത പറയാനുള്ളത്. അതായത് ഇവർക്ക് ഇന്ന് ഇലക്ഷൻ പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിൻ്റെ ഒരു സംശയം കൊണ്ടാണ് പലരും എത്തിപ്പെടാതിരുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് വരും ദിവസങ്ങളിലും കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി റോഷിപാൽ, അവിടെ നമ്മൾ എഴുത്തുകാർ ഉൾപ്പെടെ നിരവധി ആളുകളെ മാനവീയം വീഥിയിൽ കാണുകയാണ്. റോഷിപാൽ പറഞ്ഞതുപോലെ നിരവധി ചരിത്ര സമരങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രതിഷേധ കൂട്ടായ്മകളൊക്കെ വരുന്നിട്ടുള്ള സ്ഥലമാണ് മാനവീയം. അവിടെയും അവൾക്കൊപ്പം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ബാനറുകളുമായി നിലയുറപ്പിക്കുകയാണ് അവർ. വിനിത, അങ്ങനെയാണ്. കാരണം ട്രയൽ കോടതിയുടെ വിധി അതൊരുപക്ഷെ പൊതുസമൂഹം അപൂർണമാണ് നീതി എന്ന നിലയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണം കണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരും പൊതുസമൂഹവും ഒന്നാകെ അവൾക്ക് നീതി വേണം എന്ന ഒരു നിലപാടിലേക്ക് പരസ്യമായി എത്തുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം കൂട്ടായ്മകൾ ഒരുങ്ങുന്നതും. നേരത്തെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ നേരത്തെ പലതവണ ഈ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം പൊതുസമൂഹം പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങി. അതന്ന് വഞ്ചി സ്ക്വയറിലടക്കം എറണാകുളത്ത് സമാനമായ രീതിയിൽ കൂട്ടായ്മകൾ ഒരുങ്ങിയതാണ്. ഇത് രാവിലെ ഏതാണ്ട് ഒരു 8 മണി കഴിയുമ്പോഴത്തേക്കും സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ആഹ്വാനം, ആ ആഹ്വാനത്തിന് പിന്നാലെ പലരായി നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ ഇങ്ങോട്ടേക്ക്, സാംസ്കാരിക പ്രവർത്തകരടക്കം ഇങ്ങോട്ടേക്ക് ഒത്തുചേരാൻ എത്തുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ളൊരു കൂട്ടായ്മ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നത് വരെ പോരാട്ടം തുടരുക എന്നതൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിനൊപ്പം നിൽക്കുക എന്നതാണ്. അതൊരു ചരിത്രമാകും. കാരണം അവൾ ഒറ്റയ്ക്ക് നടത്തിയ ഒരു പോരാട്ടം, ഏതാണ്ട് 8.25 വർഷം നടന്ന പോരാട്ടമാണ്. അതിനൊപ്പം പല ഘട്ടങ്ങളിലായി ഇതുപോലെ ഐക്യപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഐക്യപ്പെടലിൻ്റെ ഒരു തുടർച്ചയായി ഇത്തരം കൂട്ടായ്മകളെ കാണേണ്ടി വരും. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ സമാനമായ കൂട്ടായ്മകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രയും സുപ്രധാനമായ രാജ്യം പലതവണ ചർച്ച ചെയ്ത ഒരു അതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തിരിച്ചെത്തണം. ഏതായാലും തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. വലിയ രീതിയിൽ നീതിക്കായി പോരാടുന്ന അതിജീവിതയ്ക്കൊപ്പം എന്നത് തന്നെയാണ്, അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് ഒരു കൂട്ടം വനിതകളും സാംസ്കാരിക പ്രവർത്തകരും.